നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. 2024 ഡിസംബർ മാസം 28-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 13-ാം തീയതി ശനിയാഴ്ച. ഇന്ന് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രം. അനിഴത്തിന് പ്രത്യേകതയുള്ളത് ശനിയാണ് ദശാനാഥൻ. അപ്പോൾ 3 നക്ഷത്രങ്ങൾക്ക് ദശാനാഥനായി വരുന്നത് ശനിയാണ്. അനിഴം, പൂയം, ഉത്രട്ടാതി. ഇത് മൂന്നും ശനീശ്വരനാണ് ദക്ഷാനാഥനായിട്ട് കൂടി വരുന്നത്. അപ്പോൾ ശനിയുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു നക്ഷത്രമാണ്. സാധാരണ ഒരാളിനെ അല്ലെങ്കിൽ ഒരു നക്ഷത്രക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് പോലെ ശനി അനിഴ നക്ഷത്രക്കാരെ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശുഭകാര്യങ്ങൾക്ക് നല്ല ദിവസമല്ല എങ്കിൽ പോലും ഇന്നത്തെ നക്ഷത്രം സപ്പോർട്ടീവ് ആയതുകൊണ്ട് വലിയ ദോഷമുള്ള ദിവസമല്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ പൊതുവേ പലതരത്തിലുള്ള കഷ്ടതകൾ ഉണ്ടാക്കാനിടയുണ്ട് എങ്കിലും ഈ നക്ഷത്രം വന്നിരിക്കുന്നത് കൊണ്ട്, അതായത് അനിഴം നക്ഷത്രം വന്നിരിക്കുന്നത് കൊണ്ട് വളരെ കഷ്ടത വരത്തില്ല. ചെറിയ ചെറിയ തടസ്സങ്ങളും അസ്വസ്ഥതയൊക്കെ വരും. ശനിയെ പ്രീതിപ്പെടുത്തിയെടുത്താൽ ശനി വളരെ സഹായകരമായി തീരും. സ്വാഭാവികമായിട്ട് ശനിയുടെ ബർത്ത്ഡേ വന്ന് ഉപദ്രവിക്കുന്നത് പോലെയുള്ള ഫലങ്ങൾ ഇവർക്ക് വരത്തില്ല. എന്നാലും ചെറിയ ചെറിയ തടസ്സങ്ങളും അസ്വസ്ഥതയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ശനിയെ പ്രീതിപ്പെടുത്തിയാൽ കൂടുതൽ റിസൾട്ട് കിട്ടും. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ശനി വ്രതം നോക്കുകയും സൂര്യഭഗവാനെ തൊഴുകയും ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുകയൊക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ കാഠിന്യത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇന്ന് വലിയ ദോഷപ്രദമായ ദിവസമല്ല എങ്കിൽ പോലും ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് നമുക്ക് യാത്രയ്ക്ക് തിരിക്കുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാലം സ്റ്റാർട്ട് ചെയ്യണത് 9:35 തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ 11 മണി വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ. 11 മണി വരെ ഉണ്ട് താനും. അപ്പോൾ രാഹുകാല സമയം ആകിലും യാത്രയ്ക്ക് ഒഴിവാക്കുക. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്, ഗുളികനെയും യമകണ്ഠനെയും. അപ്പോൾ ഗുളികകാല സമയം വരുന്നത് രാവിലെയാണ് 6:43 തൊട്ട് 8:09 വരെയും. യമകണ്ഠകാല സമയം വരുന്ന ഉച്ചയ്ക്കാണ് 1:52 തൊട്ട് 3:18 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇതിനിടയ്ക്ക് ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുള്ളവർ അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:02 തൊട്ട് 12:50 വരെ 48 മിനിറ്റ് നേരം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക. കറുത്തോ നീലയോ അല്ലെങ്കിൽ മിക്സ് ഉള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരാനും ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരാനും സഹായകരമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.